ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് മദ്രാസ് മാറ്റ്നി എന്ന മൂവിയാണ്. ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത്. അവസാനം നമ്മളെ കണ്ണു നിറയിക്കുന്ന എലമെന്റ്സ് ആണ് ഈ ഒരു മൂവിയിലുടനീളം ഉള്ളത്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ഒരു എഴുത്തുകാരനെയാണ് കാണിക്കുന്നത്. അയാളെ JR എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അയാളുടെ ബിൽഡിംഗിൽ തന്നെ താമസിക്കുന്ന പെൺകുട്ടിയായിരുന്നു ലില്ലി. ഇയാളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പറയുന്നുണ്ട്, ഈ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളൊക്കെ എഴുതാതെ വേറെന്തെങ്കിലും നല്ല കഥകൾ എഴുതിക്കൂടെയെന്ന്. നമ്മുടെ നാട്ടിലെ കോമൺ മാൻസിനെ കുറിച്ച് എഴുതാൻ. അങ്ങനെ ലില്ലി പറഞ്ഞത് കാരണം അയാൾ ആരെ കുറിച്ച് എഴുതുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. മിഡിൽ ക്ലാസ്സുകാരുടെ ലൈഫിൽ അഡ്വഞ്ചർ ആയിട്ട് എന്താ ഉള്ളത്? മൊത്തം ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, എന്തെഴുതാൻ അവരെ പറ്റി? അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ തന്റെ വീട്ടിലെ ജോലിക്കാരനെ കണ്ട് അയാൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്, എന്തെങ്കിലും വേദനയുണ്ടോ? എനിക്ക് മുട്ടുവേദന ഉണ്ടെന്നാണ് അയാൾ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. എപ്പോഴെങ്കിലും നീ കരയാറുണ്ടോ? ഞാൻ മദ്യപിക്കുമ്പോഴേ കരയാറെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മദ്യപിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങൾ അറിയാൻ പറ്റുമെന്ന് ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ JR നേരെ ഒരു മദ്യഷോപ്പിലേക്ക് പോകുന്നു. അവിടെ ഇരിക്കുന്ന രണ്ടുപേരെ കാണുന്നുണ്ട്. ഇയാളുടെ പേര് ഗെയിൽ എന്നും ഇയാളുടെ പേര് കണ്ണൻ എന്നുമാണ്. ഗെയിൽ പറയുന്നുണ്ട്, ഈ കണ്ണൻ ഇത്ര നാളും മദ്യപിക്കില്ലായിരുന്നു, ഇന്ന് ആദ്യമായിട്ട് അവൻ മദ്യപിക്കാൻ വന്നിരിക്കുന്നത്. അവൻ അത്രയധികം വിഷമമുണ്ട് മനസ്സിൽ. അങ്ങനെ നമ്മുടെ JR എഴുതുന്ന കണ്ണന്റെ കഥയാണ് ഈ ഒരു മൂവിയിൽ കാണിക്കുന്നത്. കണ്ണൻ ഒരു സാധാരണ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അയാളുടെ ഏരിയയിൽ സ്ഥിരമായിട്ട് കറണ്ട് പോകും. പാർട്ടിക്കാരനായ രഘുവിനെയും കൂട്ടി അയാൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വന്ന് പരാതി കൊടുക്കുന്നു. അതൊക്കെ നോക്കാമെന്ന് ഓഫീസറും മറുപടി പറയുന്നു. ഇതിനൊക്കെ എന്തിനാണ് പാർട്ടിക്കാരെ കൊണ്ടുവരുന്നതെന്ന് ഓഫീസർ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലൊരു റെക്കമെൻഡേഷന് വേണ്ടി വന്നതാണെന്നാണ് കണ്ണൻ പറയുന്നത്. വലിയ ആൾക്കാരുമായിട്ടൊന്നും കണ്ണന് പിടിപാടില്ലാത്തത് കാരണം അയാൾ എപ്പോഴും ഇങ്ങനെ രഘുവിനെയായിരുന്നു റെക്കമെൻഡേഷനും മറ്റും വിളിക്കുന്നത്. രഘുവിനെ കൂടാതെ കണ്ണന്റെ അടുത്ത കോണ്ടാക്ട് ആയിരുന്നു വീടുകൾ തോറും അച്ചാർ കൊണ്ടുപോയി വിൽക്കുന്ന എല്ലാവരും പിക്കിളങ്കിൾ എന്ന് വിളിക്കുന്ന ഈ വ്യക്തി. അയാളാകട്ടെ എപ്പോ കണ്ണനെ കണ്ടാലും ഉപദേശമാണ്. കണ്ണന്റെ മകള് ബാംഗ്ലൂരിലെ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മകനാകട്ടെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ നിൽക്കുന്നു. എന്നാൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടൊരു കാര്യമില്ലെന്ന് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ രഘുവും പിക്കിളങ്കിളും പറയുന്ന കാര്യങ്ങളല്ലാതെ പുറത്തു നടക്കുന്ന വലിയ കാര്യങ്ങളൊന്നും തന്നെ കണ്ണൻ അറിയില്ല. മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കണ്ണൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ദിനേശ് എന്നാണ് കണ്ണന്റെ ഇളയ മകന്റെ പേര്. അവന്റെ നായക്കുട്ടി ബ്രൗണിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ചെയ്യണമെന്നാണ് അവന്റെ ആഗ്രഹം. എന്നാൽ കോളേജിലൊക്കെ പോകണമെങ്കിൽ ലോൺ എടുത്തെങ്കിലേ പറ്റൂ. ഫീസ് കിട്ടാനൊന്നും കണ്ണന്റെ കയ്യിൽ അത്രയും കാശില്ല. ഇനി കണ്ണന്റെ വൈഫായ കമലത്തെ കാണിക്കുന്നു, ഒരു ഹൗസ് വൈഫ്. കണ്ണനും കണ്ണന്റെ മകൾ ദീപികയുമായിരുന്നു ആ വീട്ടിലെ ആകെ സമ്പാദിക്കുന്ന വ്യക്തികള്. കോളേജിൽ ഏത് കോഴ്സാണ് എടുക്കാൻ പോകുന്നതെന്ന് കണ്ണനാകട്ടെ ദിനേശിനോട് ചോദിക്കുമ്പോൾ ദിനേശ് പറയുന്നു കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന്. എന്നാൽ IT ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ആ പിക്കിളങ്കിൾ പറഞ്ഞല്ലോ എന്ന് അയാൾ പറയുന്നു. അയാൾ പറയുന്നതൊക്കെ എന്തിനാ അച്ഛൻ കേൾക്കുന്നത്? അയാൾ അങ്ങനെ എപ്പോ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാത്രം വിശ്വസിക്കാനൊന്നും നിൽക്കണ്ടെന്ന് ദിനേശ് പറയുന്നു. ദീപികയ്ക്ക് വേണ്ടിയിട്ട് ഇവരിപ്പോ കല്യാണാലോചനകളൊക്കെ നോക്കുന്നുണ്ട്. പണ്ട് ദീപിക കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനെ പ്രണയിച്ചിരുന്നു. എന്നാൽ ആ റിലേഷൻഷിപ്പ് ശരിയാകില്ല എന്ന് കണ്ണൻ പറഞ്ഞത് കാരണം പിന്നെ ദീപിക അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ വീട്ടുകാർ കൊണ്ടുവരുന്ന പയ്യന്മാരെ അവൾ കണ്ടുകൊണ്ടിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ആഹാരം കഴിച്ചിട്ട് കണ്ണൻ നേരെ ഓട്ടോ ഓടാൻ പോകും. ദിനേശ് ആകട്ടെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഫോണും കുത്തി അവിടെ ഇരിക്കും. അവന്റെ സൈഡിലായിട്ടിരിക്കുന്ന ഈ ഒരു 2 വീലർ കണ്ടില്ലേ, അത് നേരത്തെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിച്ചിരുന്നവരുടേതായിരുന്നു. കുറച്ച് കേടായിരിക്കുന്ന കാരണം അവരാകട്ടെ ഇത് കൊണ്ടുപോയില്ല. നമ്മുടെ ദിനേശിന് അവന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ദിവ്യ എന്നൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ട്. എന്നാൽ അവളോട് ഇതുവരെ ഇത് തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. ബ്രൗണിയുമായിട്ട് ചേർന്നുള്ള അവന്റെ സ്റ്റാറ്റസിനെല്ലാം തന്നെ അവൾ ലവ് ഇമോജി അയക്കുമ്പോൾ അവൻ ഒരുപാട് സന്തോഷിക്കും. കാരണം അവനാകെ ലവ് ഇമോജി അയക്കുന്നത് അവൾക്ക് മാത്രമായിരുന്നു. പക്ഷെ അവളാകട്ടെ ഒരുപാട് പേർക്ക് ഇതുപോലെ അയക്കും. കമലത്തിന്റെ ഒരു ദിവസത്തെ റുട്ടീൻ ഇങ്ങനെയാണ്. 8:30 എല്ലാവർക്കും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. 8:30 ചായയും കുടിച്ചുകൊണ്ട് ജോലികൾ ചെയ്യും. 12 മണിക്ക് ഇഷ്ടപ്പെട്ട സീരിയലും കണ്ട് പച്ചക്കറി എല്ലാം അരിയും. 1 മണിയാകുമ്പോഴത്തേക്ക് ലഞ്ച് റെഡിയായിരിക്കും. 3 മണി കഴിയുമ്പോഴത്തേക്ക് തുണിയെല്ലാം കഴുകി ഉണക്കും. 5 മണിക്ക് വീടെല്ലാം അടിച്ചു വാരി കോലമൊക്കെ വരച്ചിട്ട് 5:30 ഒരു ചായ കുടിച്ച് സമാധാനത്തോടെ ഇരിക്കും. പിന്നെ 6 മണിക്ക് ന്യൂസും കണ്ട് 8:30 ഡിന്നറും റെഡിയാക്കും. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കമലത്തിന്റെ മനസ്സ് മുഴുവൻ തന്റെ മകൾ ദീപികയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അവൾ ബാംഗ്ലൂരിൽ പോയി ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണല്ലോ എന്നാണ് അവരുടെ വേദന. അതുപോലെ തന്നെയായിരുന്നു കണ്ണന്റെ മനസ്സിലും. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അയാൾക്കും അറിയാം. അയാൾ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ അവളെ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഇപ്പോൾ വിളിച്ചിട്ട് ഒരു പയ്യൻ അവളെ കാണാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ട്. ബാംഗ്ലൂർ തന്നെയുള്ള ടീംസ് ആയിരുന്നു. ഏതെങ്കിലും കഫേയിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പയ്യനെ കണ്ടിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നു. വയസ്സ് കൂടി വരുംതോറും ഇവർക്ക് ടെൻഷനുണ്ട് അവളുടെ വിവാഹം നടക്കാതിരിക്കുമോ എന്ന്. ഒരു ഏജ് കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെ ചുറ്റുമുള്ള ആൾക്കാർ മറ്റൊരു രീതിയിലാണല്ലോ നോക്കുന്നത്. എല്ലാവരുടെയും കണ്ണ് എപ്പോഴും അവരിലുണ്ടാകും. ടിവിക്ക് അതെല്ലാം ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളൊരു പയ്യനെ കാണുന്നു. കിഷോർ എന്നാണ് അവന്റെ പേര്. നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നത് എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. കാരണം എന്റെ അമ്മയ്ക്ക് എന്നോട് കുറച്ച് സ്നേഹ കൂടുതലുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടെ വന്ന് നിന്നെ കണ്ടാൽ മതി എന്നാണ് ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ട് രണ്ടാമത് അമ്മയുമായിട്ട് വന്ന് കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ കണ്ട കാര്യമൊന്നും പറയണ്ടെന്ന് അവൻ പറയുന്നു. അതിനൊക്കെ അവൾ ഓക്കെ പറയുന്നുണ്ട്. പിന്നീട് അവരുടെ ലൈഫിനെ പറ്റി ഒന്നും സംസാരിക്കാതെ കിഷോർ ആകട്ടെ അവൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഏതാണ്, ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് ദീപിക ആരാണെന്നും അവളുടെ ലൈഫ് എന്താണെന്നും
കണ്ടിട്ട് വരാം. വിവാഹശേഷം കണ്ണനും കമലത്തിനും ദീപിക ജനിച്ചപ്പോൾ നാട്ടിലെങ്ങും പെൺകുട്ടി ജനിക്കാത്ത പോലെയായിരുന്നു കണ്ണന്റെ സന്തോഷം. ദീപികയുടെ അമ്മൂമ്മയായിരുന്നു അവളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതെല്ലാം തന്നെ. അങ്ങനെ ദീപിക വളർന്നുകൊണ്ടേയിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ ഒരു എബോ അവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ക്ലാസ് ലീഡർ ആയതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കുട്ടികളുടെ പേര് അവൾ എഴുതാറുണ്ട്. അങ്ങനെ ഒരു തവണ 2 കുട്ടികളുടെ പേരെഴുതി. ആ കുട്ടികൾക്ക് ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് അടിയും കിട്ടി. അവൾക്ക് അത് കണ്ട് ഒരുപാട് വിഷമം തോന്നി. ആ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരു തേങ്ങാബണ്ണ് വാങ്ങി ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്നു. ഒരു കുട്ടി വാങ്ങി, മറ്റേ കുട്ടിയാകട്ടെ ഇവളോട് ദേഷ്യപ്പെട്ടു. നീ ഒരു കറമ്പിയാണെന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കി. അതിൽ അവൾ ഒരുപാട് വിഷമിച്ചു. ദീപികയുടെ അമ്മൂമ്മയാകട്ടെ അവർക്ക് കിട്ടുന്ന 600 രൂപ പെൻഷനിൽ 200 രൂപയും ഇവൾക്ക് വേണ്ടിയായിരുന്നു ചിലവാക്കിയിരുന്നത്. ഇവളോട് അത്രയധികം സ്നേഹമായിരുന്നു അവർക്ക്. വൈകുന്നേരം കണ്ണനെത്തിക്കഴിഞ്ഞാൽ ദീപിക എപ്പോഴും കണ്ണന്റെ കൂടെ കളിയാണ്. അയാളുടെ മടിയിലിരുന്ന് ആഹാരം കഴിക്കും. സ്കൂളിലും ചുറ്റും നടക്കുന്ന എല്ലാ വിഷമങ്ങളും അവൾ വീട്ടിലെത്തുമ്പോഴാണ് മറക്കുന്നത്. ഒരു ദിവസം അവൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് കണ്ണൻ കാര്യം അന്വേഷിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്നെ കറുമ്പി എന്ന് വിളിച്ചു എന്ന് പറയുന്നു. ഞാനെന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നതെന്നൊക്കെ അവൾ ചോദിക്കുന്നു. അവളുടെ ആ വിഷമം കണ്ടപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ കറുത്തിട്ടൊന്നുമല്ല, ആ കുട്ടി വെറുതെ പറഞ്ഞതാണെന്ന്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ മുഖത്ത് തേക്കുന്ന ക്രീമൊക്കെ അയാൾ അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നു. പിന്നീടെന്നും അവൾ ആ ക്രീമൊക്കെ തേച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് കമലത്തിനും കണ്ണനും ഒരു മകൻ കൂടി ജനിച്ചു. തന്റെ അനിയന്റെ നിറം കണ്ടിട്ട് ദീപിക ചോദിക്കുന്നുണ്ട്, എന്താ എന്റെ അനിയൻ മാത്രം ഇത്ര നിറവെന്ന്. ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം നിറവുണ്ടാകും, പോകെ പോകെ അവരൊക്കെ കറുപ്പ് നിറമായി മാറുമെന്ന് കമലം പറയുന്നു. രണ്ടാമതൊരു കുട്ടി കൂടി ജനിച്ചത് കാരണം കണ്ണന്റെ ജോലിഭാരം കൂടി. അയാൾ നേരത്തെ ജോലിക്ക് പോകാൻ തുടങ്ങി. രാവിലെ അവൾ എഴുന്നേറ്റ് വരുമ്പോഴൊന്നും തന്നെ തന്റെ അച്ഛനെ കണ്ടില്ല. അവൾക്കതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. തന്റെ അനിയന്റെ ജനനം വരെയും രാവിലെ അച്ഛനെ അവൾ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടുചെലവുകൾ കൂടിയത് കാരണം അയാൾ അതിരാവിലെ ജോലിക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവളുടെ അമ്മൂമ്മ മരിച്ചുപോയി. എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ട് അവൾക്ക് മാത്രം വിഷമം വന്നു. കാരണം അവൾക്ക് ചെറുപ്പത്തിൽ മുതലേ കഥകൾ പറഞ്ഞു കൊടുത്തും അവളുടെ കാര്യങ്ങൾ നോക്കിക്കൊടുത്തും അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന അമ്മൂമ്മയായിരുന്നല്ലോ അത്. തന്റെ അനിയന് അമ്മൂമ്മയുടെ സ്നേഹം അധികം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്നും അവൾ ചിന്തിക്കുന്നു. അങ്ങനെ അവളുടെ അനിയനും വളർന്നു വരികയാണ്. ഒരു ദിവസം കണ്ണനാകട്ടെ കമലത്തിനോട് പറയുന്നുണ്ട്, കുട്ടികളെ നമുക്ക് സ്കൂൾ മാറ്റാമെന്ന്. ഗവൺമെന്റ് സ്കൂളിലാക്കുകയാണെങ്കിൽ ഫീസ് കുറച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ള സ്കൂളിൽ അതും ഇതും പറഞ്ഞ് ഒരുപാട് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. തന്റെ അച്ഛന്റെ കഷ്ടപ്പാട് ദീപിക മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോഴും ദിനേശ് അതൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഒരു സേട്ടിന്റെ അടുത്ത് നിന്നും വാടകയ്ക്ക് ഓട്ടോ എടുത്താണ് അയാൾ ഓടിക്കൊണ്ടിരുന്നത്. ഓടിക്കിട്ടുന്നതിന്റെ ഒരു ശതമാനം അവിടെ കൊണ്ട് കൊടുക്കേണ്ടതാണ്. 2 ദിവസമായിട്ട് അയാൾ അത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സേട്ടിന്റെ ആൾ അന്വേഷിച്ചു വരുന്നു. ഈ ആഴ്ച അവസാനം എല്ലാം ചേർത്ത് തരാമെന്ന് കണ്ണൻ പറയുന്നുണ്ട്. അച്ഛന്റെ വിഷമം മനസ്സിലാക്കി ദീപികയും അയാളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ പോയിക്കോ, അച്ഛൻ എന്തായാലും തരുമെന്ന്. അവളുടെ സംസാരം കേട്ടപ്പോൾ അത് സാരമല്ല മോളെ എന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ചുപോയി. ആ ഏരിയയിൽ സ്ഥിരമായിട്ട് കളിക്കാൻ കുറച്ച് കുട്ടികൾ വരാറുണ്ടായിരുന്നു. അതിലെ എല്ലാവരും എടുത്തിട്ടടിക്കുന്ന ഒരു കുട്ടിയുടെ പേരായിരുന്നു വിനോദ്. തന്നെ കൂടി കളിക്കാൻ കൂട്ടുമോ എന്ന് ദീപിക ചോദിച്ചപ്പോൾ ഒരു ചെക്കനാകട്ടെ അവളെ എന്തൊക്കെയോ പറയുന്നു. അത് കേട്ട് വിനോദിന് ദേഷ്യം വന്നിട്ട് അവനാകട്ടെ ആ ചെക്കന്റെ മുഖത്തിട്ട് ഒരെണ്ണം കൊടുത്തു. അവനിങ്ങനെ എല്ലാവരോടും വയലന്റ് ആയിട്ട് പെരുമാറുന്നതിന് കാരണം അവൻ വീട്ടിൽ നേരിടുന്നത് ആ വയലൻസ് ആണ്. അവന്റെ അച്ഛൻ അവനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പതിയെ പതിയെ ദീപിക വീട്ടിലെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി തുടങ്ങി. പല ദിവസവും സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ മുഴുവൻ കാശും കൊടുക്കാനുണ്ടായിരുന്നില്ല. പറ്റിലെഴുതിയേക്കെന്ന് പറഞ്ഞിട്ടായിരുന്നു സാധനങ്ങളുമായിട്ട് അവർ വീട്ടിലേക്ക് വരുന്നത്. അതുവരെ ഒരുപാട് കറികളൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ടിരുന്നതാണ്. പതിയെ പതിയെ കറികളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ഉത്സവ നാളുകൾ വന്നു. വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. ദിനേശിന് ഓൾറെഡി ഡ്രസ്സ് എടുത്തതാണ്. എന്നിട്ടും അവൻ വീണ്ടും അതും ഇതൊക്കെ കണ്ടിട്ട് വേണമെന്ന് പറയുന്നു. എന്നാൽ കമല അവനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. കഷ്ടപ്പാട് മനസ്സിലാക്കി ദീപിക ഒന്നിനും നിർബന്ധം പിടിച്ചില്ല. താൻ ആഗ്രഹിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കാത്ത കാരണം ദിനേശ് ആകട്ടെ എല്ലാവരും TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആഹാരം കഴിക്കാൻ സമയമായപ്പോ ദിനേശിനെ കാണാത്ത കാരണം ഇവരെല്ലാം അന്വേഷിച്ചിറങ്ങി. ആരും അവനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അതോടുകൂടി ഇവരെല്ലാം പേടിക്കുന്നു. പോലീസിനെ വരെ വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ദിനേശ് ആകട്ടെ നമ്മുടെ വിനോദിന്റെ കൂടെ എവിടെയോ പോയിരുന്ന് കളിക്കുകയായിരുന്നു. കണ്ണനും കമലും എല്ലാം ആകെ തകർന്നിരിക്കുകയാണ്. ഒടുവിൽ ഗെയിലും ദീപികയും പോയി ചെന്ന് അവനെ കണ്ടെത്തി കൊണ്ടുവരുന്നു. അവനെ തിരിച്ചു കിട്ടിയപ്പോഴാണ് അവർക്ക് ശരിക്കും പറഞ്ഞ ജീവൻ വീണത്. ഇവനെ നീയാണോ കൂട്ടിക്കൊണ്ടുപോയതെന്ന് കമലം വിനോദിനോട് ചോദിക്കുന്നു. എന്നാൽ വിനോദ് പറയുന്നു, അവൻ ശരിക്കും സങ്കടപ്പെട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതാ. അവൻ ആഗ്രഹിച്ച തുണി നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ, അതിന്റെ ദേഷ്യമായിരുന്നു അവന്. അത് കേട്ടപ്പോ കമലത്തിന് വിഷമം തോന്നുന്നു. അവൾ കണ്ണനോട് പറയുന്നുണ്ട്, നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. കുറച്ച് വലുതായി കഴിയുമ്പോൾ ദീപിക നമ്മളെ പൊന്നുപോലെ നോക്കും. അങ്ങനെ ദീപികയുടെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്രസന്റിലേക്ക് വരാം. 2 സേട്ടിന്റെ വീട്ടിലെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്ന കണ്ണൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങിയാണ് ഓടുന്നത്. എന്നാൽ പോലും ദീപികയുടെ വിവാഹത്തിന് കുറച്ചുകൂടി പണം സ്വരൂപിക്കാനുണ്ട്. അതിന് ഈ ജോലി മാത്രം ചെയ്തിട്ട് കാര്യമില്ല. വേറെന്തെങ്കിലും ജോലിയെ പറ്റി നമ്മുടെ പിക്കിൾമാനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ആ സേട്ടിന്റെ വീട്ടിൽ ഞാൻ പോയ സമയത്ത് അവിടുത്തെ സ്ത്രീ പറഞ്ഞത് അവിടെ ഒരു കാറ് കിടപ്പുണ്ട്, അതവർ റെന്റിന് കൊടുത്തിരുന്നതാ. പക്ഷെ അയാൾ മദ്യപിച്ച് ആ വണ്ടി എവിടെയോ കൊണ്ടുപോയി ഇടിച്ചു എന്നും അതിപ്പോൾ വർക്ക്ഷോപ്പിലാണെന്നും. മദ്യപിക്കാത്തതും കറക്റ്റായിട്ട് റെന്റ് തരുന്നതുമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാർ ഓടാൻ ഒരാൾ വേണം. നീ ഒരു കാര്യം ചെയ്യ്, വിവാഹത്തിനുള്ള കാശ് ആ സേട്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങ്. പകരമായിട്ട് അവരുടെ കാർ ഓടി അതിന്റെ കാശ് കുറേശ്ശെയായിട്ട് തിരിച്ചടച്ചാൽ മതി. നീ ഇപ്പോൾ ഓട്ടോ ഓടുന്നതിനേക്കാളും നല്ല കാശ് ക്യാബായിട്ട് ആ വണ്ടി ഓടി കഴിഞ്ഞാൽ കിട്ടും. എന്നാൽ കണ്ണം പറയുന്നുണ്ട്, എനിക്ക് കാറ് നല്ല പോലൊന്നും ഓടിക്കാൻ അറിയില്ലെന്ന്. അതൊന്നും സാരമില്ല, അടുത്തൊരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട്, നീ അവിടെ പോയി ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. അവിടെ നിന്നെല്ലാം നിനക്ക്
പഠിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ദിനേശ് ആകട്ടെ ബ്രൗണിയുടെ കൂടെയുള്ള കുറെ സെൽഫി ആകട്ടെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നു. അവൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി ദിവ്യ ആകട്ടെ അതിനൊന്നിനു പോലും ലൈക്ക് ചെയ്യുന്നില്ല. പണ്ടൊക്കെ അവൾ കുറച്ചെങ്കിലും മൈൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഒട്ടും മൈൻഡ് ചെയ്യാത്ത കാരണം അവൻ ആകെ സങ്കടത്തിലാണ്. നായയും കെട്ടിപ്പിടിച്ച് അവനിരുന്ന് കരയുകയായിരുന്നു. അന്ന് രാത്രി കണ്ണനാകട്ടെ കമലത്തിനോട് ഈ കാർ ഓടാൻ പോകുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരാകട്ടെ ഇത് ദീപികയോട് പറയുന്നു. എന്നാൽ ദീപിക പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ലോൺ അടയ്ക്കാനെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കഷ്ടപ്പെടണ്ട, എനിക്കെന്തായാലും US വിസ ഉടനെ കിട്ടും. ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് എല്ലാം ഓക്കെയാണ്. വിസയുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ US പോകും. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ദിനേശിനോട് കണ്ണം പറയുന്നുണ്ട് നിന്റെ +2ന്റെ മാർക്കൊക്കെ വന്നില്ലേ, കോളേജിലേക്ക് ഇനി അഡ്മിഷൻ എടുക്കണ്ടേ, അതിനു മുൻപ് നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാമെന്ന്. ഞാൻ രഘുവിനെ വിളിച്ച് പറഞ്ഞിട്ട് ബാങ്ക് മാനേജറോടൊന്ന് റെക്കമെൻഡ് ചെയ്യിക്കാം. എന്തിനാ റെക്കമെൻഡേഷനൊക്കെ ആവശ്യം, നമുക്ക് ഡയറക്റ്റ് പോയി ചോദിച്ചാൽ പോരെ ദിനേശ് ചോദിക്കുന്നു. എന്നാൽ രഘു എന്ന് വിളിച്ച് പറയുന്നത് നല്ലതാണെന്നാണ് കണ്ണം പറയുന്നത്. ആദ്യം രഘുവിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അയാളെ കൊണ്ട് ബാങ്ക് മാനേജറെ വിളിപ്പിക്കുന്നു. ആ ടൈമിൽ മാനേജറിന്റെ അടുത്ത് വേറെ എഡ്യൂക്കേഷൻ ലോണിന് വന്ന പാർട്ടീസ് ഉണ്ടായിരുന്നു. അവർക്ക് ചായയൊക്കെ കൊടുത്താണ് അയാൾ സ്വീകരിക്കുന്നത്. രഘുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം കണ്ണനാകട്ടെ ദിനേശിനോട് പറയുന്നുണ്ട് നീ ആ സൈക്കിൾ കൊടുത്തിട്ട് വന്നാൽ മതി, ഞാൻ ഓട്ടോയിൽ വരാമെന്ന്. ഞാനെന്താ ഓട്ടോയിൽ വന്ന പ്രശ്നമെന്ന് ദിനേശ് ചോദിക്കുന്നു. പറയുന്നത് കേൾക്കാൻ പറഞ്ഞിട്ട് കണ്ണൻ ഓട്ടോ എടുത്തിട്ട് പോയി. തന്റെ അച്ഛൻ തന്നോട് ഇങ്ങനെ കാണിക്കുന്നതൊന്നും തന്നെ ദിനേശിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ കണ്ണൻ ശരിക്കും അവനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ചെയ്തതല്ലത്. തന്റെ ഫാമിലി മെമ്പേഴ്സിനെ ആരെയും തന്നെ കണ്ണൻ തന്റെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോവാറില്ല. അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല. പലപ്പോഴും പലയിടത്ത് വെച്ചും പോലീസ് പിടിക്കുകയും കണ്ണനോട് മോശമായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യും. അതൊന്നും കണ്ടിട്ട് തന്റെ ഫാമിലി മെമ്പേഴ്സിനെ വിഷമമാകണ്ട എന്ന് കരുതിയിട്ടാണ് കണ്ണൻ ആരെയും വണ്ടിയിൽ കയറ്റാത്തത്. പുറത്തിറങ്ങിയുള്ള ഈ ജോലി ചെയ്യുന്നതിനിടയിലുള്ള കഷ്ടപ്പാടുകളൊന്നും തന്നെ വീട്ടിൽ ആരും തന്നെ അറിയണ്ടെന്ന് അയാൾ കരുതി. ബാങ്കിലെത്തി കഴിയുമ്പോൾ മാനേജരാകട്ടെ അധികം റെസ്പെക്ട് ഒന്നും കൊടുക്കാതെയാണ് കണ്ണനോട് സംസാരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ദിനേശിന് ദേഷ്യം വരുന്നു. അവർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അയാൾ കൊടുത്തില്ല. ഇതിനു മുൻപ് വന്ന പാർട്ടീസിന് കോഫി കൊടുത്തു എന്ന് അവിടെ ഇരുന്ന കപ്പ് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി. എഞ്ചിനീയറിംഗിനാണ് അവൻ ചേരാൻ പോകുന്നത് പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എഞ്ചിനീയറിംഗിന് ചേരാൻ പോകുന്നത്, വേറെ എന്തെങ്കിലും ഡിഗ്രി എടുത്താൽ പോരെയെന്ന്. അയാൾ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ ദിനേശിന് ദേഷ്യം വരാൻ തുടങ്ങി. അവൻ അയാളോട് പറയുന്നുണ്ട് ലോൺ ആപ്ലിക്കേഷനുള്ള ഫോമുകൾ തന്നാൽ മതി, ഞാൻ ഫില്ല് ചെയ്ത് തന്നോളാം എന്ന്. അവിടെ നിന്നിറങ്ങി നമ്മുടെ കണ്ണനാകട്ടെ പിന്നീട് നേരെ ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെ 2000 രൂപ കൊടുത്തിട്ടാണ് അയാൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത്. അന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കമലം വല്ലാതെ വിയർത്ത് കുളിച്ച് നിൽക്കുന്നത് കണ്ട് കണ്ണൻ കാര്യം ചോദിക്കുന്നു. ഇത്രയും നേരം കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴാ വന്നതെന്ന് പറയുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ഒന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ ഞാൻ എത്ര നാളായിട്ട് പറയുന്നു, അത് ഞാൻ രഘുവിനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കിക്കൊള്ളുമെന്ന് കണ്ണൻ പറയുന്നു. ഇത് കേട്ടത് ദിനേശിന് ദേഷ്യം വരുന്നു. എന്തിനാ രഘുവിനെ വിളിച്ച് പറയുന്നത്, ഇന്ന് ലോൺ എടുക്കാൻ പോയപ്പോഴും രഘുവിനെ വിളിച്ച് പറഞ്ഞേക്കുന്നു. അല്ലാതെ പോയാലും കാര്യം സാധിക്കും, വെറുതെ എന്തിനാ റെക്കമെൻഡേഷന്റെ ആവശ്യം, അവര് നമുക്ക് ഒരു റെസ്പെക്റ്റും തന്നില്ല. എന്റെ കാര്യത്തിന് അച്ഛൻ ഒരിടത്തും പോയി നാണം കണ്ട കാര്യമില്ല, എനിക്ക് എന്നെ നോക്കാൻ അറിയാമെന്നൊക്കെ ഇവൻ പറയുന്നു. അവരെങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും കറണ്ട് പോയി. കണ്ണം പതിയെ ഡ്രൈവിംഗ് എല്ലാം പഠിച്ചെടുത്തു. അതിനിടയ്ക്ക് അയാളാകിട്ട് ദീപികയെ വിളിക്കുമ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് അവൾക്ക് ആ പയ്യനെ അമ്മയും കാണാൻ പോകേണ്ട ദിവസമാണ്. അവൾ തന്റെ ബോസിനോട് പെർമിഷൻ ചോദിക്കുന്നു. നീ പയ്യനെ കാണാൻ പോവുകയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്ന് അവളുടെ ബോസ് പറയുന്നു. തുടക്കമേ നീ പാവത്തിനെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല, നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തുടക്കമേ എന്തെങ്കിലും അവൻ പറയുവാണെങ്കിൽ അത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എന്തിനും ഏതിനും അമ്മയുടെ അഭിപ്രായം ചോദിക്കുന്നതും ഈ മമ്മാസ് ബോയ്സ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവരെ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴും നിന്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് നിന്റെ കരിയർ ആയിരിക്കണം. നീ US പോകാൻ റെഡി ആയിരിക്കുകയാണ്, അവര് കല്യാണം കഴിഞ്ഞ ഉടനെ കുട്ടി വേണമെന്നൊക്കെ പറഞ്ഞ് നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ അതൊക്കെ തുടക്കത്തിലേ പറഞ്ഞേക്കണം. ആദ്യം നിന്റെ കരിയർ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫാമിലി പ്ലാനിങ് ഒക്കെ. അങ്ങനെ ഇവരിതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവൾക്ക് പെർമിഷനും കൊടുക്കുന്നു. അവളെ കാണാൻ വരുന്ന ആ പയ്യനാകട്ടെ അവന്റെ അമ്മയും അവന്റെ ആന്റിയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇവൾ അവരെ കാണാൻ പോകുന്ന കാര്യം നമ്മുടെ കണ്ണനും കമലത്തിനും അറിയാം. ഇത്രയും വലിയൊരു കാര്യത്തിൽ തന്റെ മകളുടെ കൂടെ നിൽക്കാൻ പറ്റാത്തതിന്റെ വിഷമം കണ്ണനുണ്ടായിരുന്നു. നമ്മളായിട്ട് ചെയ്തു കൊടുക്കേണ്ടതെല്ലാം ഇപ്പോൾ അവളെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അവളെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വൈകുന്നേരം നേരത്തെ ഓഫീസിൽ നിന്നിറങ്ങിയ ദീപികയാകട്ടെ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ട് റെസ്റ്റോറന്റിലെത്താൻ 15 മിനിറ്റ് ലേറ്റ് ആകുന്നു. കിഷോറും അവന്റെ അമ്മയും ആന്റിയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവള് ലേറ്റ് ആയതിൽ കിഷോറിന്റെ അമ്മയ്ക്കും കിഷോറിന് വലിയ പ്രശ്നമില്ല. എന്നാൽ കിഷോറിന്റെ ആന്റിക്ക് കുറച്ച് ദേഷ്യം വരുന്നു. ഞങ്ങൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുകയാണെന്ന് അവർ പറയുന്നുണ്ട്. അവൾ അതിന് സോറിയും പറയുന്നു. അവൾ കിഷോറിന്റെ ജോലിയെ പറ്റിയും കിഷോർ അവളുടെ ജോലിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവള് കമ്പനിയിൽ നല്ല പൊസിഷനിലാണ്. അവളുടെ കമ്പനിയും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അവൻ പുതിയ കമ്പനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിന് ശേഷം നിന്റെ പ്ലാൻ എന്താണെന്ന് ആന്റി ചോദിക്കുന്നു. നീ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യുമെന്ന്. അത് ആന്റിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഇവളുടെ കളറിനെ പറ്റിയൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. കിഷോറിന്റെ അമ്മ പറയുന്നുണ്ട് ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇതിനേക്കാളും കളറുള്ളതായിട്ട് തോന്നി. കിഷോറിന്റെ കളർ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അത്ര കളറില്ല. ആന്റി പറയുന്നുണ്ട് ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ട് വെളുപ്പിച്ചതായിരിക്കും എന്ന്. ദീപികയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്നാലും അവൾ അതൊന്നും പുറത്ത് കാണിച്ചില്ല. കുറച്ച് കഴിയുമ്പോൾ ആന്റി ചോദിക്കുന്നുണ്ട് നിന്റെ കാസ്റ്റ് എന്താണെന്ന്. തന്റെ അമ്മയുടെ കാസ്റ്റും അച്ഛന്റെ കാസ്റ്റും വേറെ വേറെയായിരുന്നു. അമ്മയുടെ കാസ്റ്റ് കുറച്ച് കൂടിയ കാസ്റ്റ് ആണ്, എന്നാൽ അച്ഛൻ്റെത് കുറച്ചുകൂടി ലോ ആയിരുന്നു. കിഷോർ ലോ കാസ്റ്റ് തന്നെയാണ്, എന്നാൽ അവരെക്കാളും ലോ കാസ്റ്റ് ആയിരുന്നു അവളുടെ അച്ഛൻ. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ കിഷോറിന്റെ പ്രൊഫൈലില് കാസ്റ്റ് ഒരു പ്രശ്നമല്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ അലയൻസ് ഇവിടെ വരെ എത്തിച്ചതെന്ന് ദീപിക പറയുന്നു. കിഷോറും പറയുന്നുണ്ട് അത് ശരിയാ, പിന്നെന്താ പ്രശ്നമെന്ന് അവൾ ചോദിക്കുന്നു. അവരാകട്ടെ ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് തന്റെ ബോസ് പറഞ്ഞ ഒരു കാര്യം ദീപികയുടെ മനസ്സിലേക്ക് വരുന്നു. കെട്ടാൻ
കെട്ടാൻ പോകുന്ന ചെക്കന്റെ അമ്മ ആ ചെക്കനേക്കാൾ കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ നീ അവനെ റിജക്ട് ചെയ്യുന്നതാ നല്ലത്. ആ ആന്റി ഇവളോട് പറയുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് മറുപടി തരാമെന്ന്. അത് കേട്ടതും അവള് പറയുന്നു, ഒരു കാര്യം കൂടിയുണ്ട്, ഞാനൊരു 3 മാസത്തിൽ US ഷിഫ്റ്റ് ആവും, അതും കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ മറുപടി തന്നാൽ മതി. എന്നിട്ട് അവള് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. കിഷോർ പുറകെ വന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ അച്ഛനെ പറ്റിയും എന്റെ കാസ്റ്റിനെ പറ്റിയും എല്ലാം മോശമായിട്ട് സംസാരിക്കുന്ന നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവള് പോകുന്നത്. റൂമിലെത്തിയ അവളാകട്ടെ തന്റെ പഴയ പ്രണയത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. അന്ന് അവളുടെ പ്രണയത്തെ അവളുടെ അച്ഛൻ എതിർക്കാൻ കാരണം ആ പയ്യനൊരു ജോലി ഉണ്ടായിരുന്നില്ല, ഫിനാൻഷ്യലി ഒട്ടും തന്നെ സ്റ്റേബിൾ ആയിരുന്നില്ല. അവൾ ഓൾറെഡി ജീവിച്ചു വളർന്ന സാഹചര്യം ഒരുപാട് കഷ്ടപ്പാട് നടന്നതായിരുന്നല്ലോ. അതുകൊണ്ട് അവൾ വിവാഹം കഴിഞ്ഞെങ്കിലും സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കണമെന്ന് കണ്ണൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ടൈം കൊടുത്തിട്ടും ജോലിയൊന്നും കണ്ടെത്താൻ കഴിയാത്ത ആ പയ്യന് കണ്ണൻ അവളെ വിവാഹം കഴിച്ചു കൊടുക്കാതിരുന്നത്. വീട്ടിൽ വിളിച്ച് ഈ കല്യാണം ശരിയാകില്ല എന്ന് അവള് പറയുന്നു. എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, പയ്യൻ പിന്നെ ഓക്കെയാണ്, പക്ഷെ ഫാമിലി പ്രശ്നമാണെന്ന്. അതങ്ങനെയൊക്കെ ആയിരിക്കും, അതിന്റെ പേരിൽ റിജക്ട് ചെയ്യാൻ നിൽക്കണ്ടെന്ന് അവളുടെ അച്ഛൻ പറയുന്നു. എന്നാൽ പയ്യനും ചെറിയ രീതിയിൽ പ്രശ്നമുണ്ടെന്ന് അവള് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഓരോ പയ്യന്മാരെ ഇങ്ങനെ റിജക്ട് ചെയ്താൽ ശരിയാവില്ല, നിനക്ക് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന് അവള് പറയുന്നുണ്ട്, ഞാൻ വയസ്സായിക്കൊണ്ടിരിക്കാന്ന് എനിക്കും അറിയാം, അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെങ്കിലല്ലേ ഈ ലോണെല്ലാം അടച്ചു തീർക്കാൻ പറ്റൂ. അതിന് കെട്ടാൻ പോകുന്ന ചെക്കന്റെ വീട്ടിലും എന്നെ ജോലിക്ക് വിടാൻ അവർ തയ്യാറാകണം, അല്ലാതെ അച്ഛൻ സ്വത്തൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ചെങ്കിലും വെയിറ്റ് ചെയ്തെങ്കിലേ പറ്റൂ, അതെന്റെ വിധിയാണ്. ഇവള് ദേഷ്യത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും കണ്ണൻ ആകെ തകർന്നുപോയി. ആ ദേഷ്യത്തില് അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായി എന്നും ഒരു നിമിഷം ദീപികയ്ക്ക് തോന്നി. പക്ഷെ കണ്ണൻ തന്റെ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ ആഹാരം കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ണന് ഹാപ്പി ആയിരുന്നില്ല, ദീപികയെ ഹാപ്പി ആയിരുന്നില്ല. പിറ്റേന്ന് രാവിലെ കമലോ ആകട്ടെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ബ്രൗണിയും അവരുടെ കൂടെ തന്നെയുണ്ട്. ആ ടീമില് അതേ തെരുവിൽ തന്നെയായിരുന്നു ആ ഇലക്ട്രിസിറ്റി ഓഫീസർ താമസിക്കുന്നത്. അയാൾ കുളിച്ചുകൊണ്ട് നിൽക്കാൻ വെള്ളം തീർന്നു. ജോലിക്കാരനോട് മോട്ടോർ ഓണാക്കാൻ പറയുന്നു. മോട്ടർ ഇട്ടതും പവർ കൂടിയിട്ട് നമ്മുടെ കമലൻ നിന്ന സ്ഥലത്തുള്ള പോസ്റ്റിലെ ഒരു ലൈൻ പൊട്ടുന്നുണ്ട്. അത് നേരെ പോയി തട്ടുന്നത് നമ്മുടെ ബ്രൗണിയുടെ ദേഹത്തും. പോട്ടില് തന്നെ ബ്രൗണി മരിച്ചു. ബഹളം കേട്ട് ഓടി വന്ന ദിനേശ് ആ കാഴ്ച കണ്ട് തകർന്നു. അവൻ ആകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പലതവണ പറഞ്ഞതാ ഇവിടുത്തെ ലൈനിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ആരും ശരിയാക്കില്ല, ഇപ്പൊ എന്റെ നായ പോയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കരയുകയായിരുന്നു. ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്കാണ്. കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ബഹളം ഉണ്ടാക്കുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസർ എത്താത്തത് കാരണം അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. കുറെ കഴിഞ്ഞ് അയാൾ എത്തിയപ്പോഴാകട്ടെ അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. എന്റെ നായ മരിച്ചുപോയി, എനിക്ക് കംപ്ലൈന്റ് തന്നെങ്കിലേ പറ്റൂ. എന്നാൽ ഒരു നായ ചത്തതിന് നീ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതിന്റെ തൊട്ടടുത്ത് എന്റെ അമ്മയുണ്ടായിരുന്നു, ആ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്റെ അമ്മ മരിച്ചുപോയനെ. എന്റെ നായയെ ഞാൻ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതാ, അതിനെ നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് എന്തായാലും കംപ്ലൈന്റ് ചെയ്തേ പറ്റൂ. എന്നാൽ ഒരു നായ ചത്തതിന് നീ കംപ്ലൈന്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഒന്ന് പോയാൽ മറ്റൊന്ന്, അത്രേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നു. ദേഷ്യം വന്ന് അവൻ ബഹളം വയ്ക്കാൻ തുടങ്ങി. നിങ്ങളെ കൊല്ലൂന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആളുകൂടി പോലീസിനെയൊക്കെ വിളിക്കുന്നു. വിവരം അറിഞ്ഞിട്ട് കമലവും കണ്ണനും അവിടേക്ക് എത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ ബഹളമായി. ഓഫീസർ വായിൽ വന്ന കാര്യങ്ങളൊക്കെ ഇവരെ വിളിച്ച് പറയുന്നുണ്ട്. അയാളുടെ വായിൽ നിന്ന് മോശം വാക്കുകളൊക്കെ വീണ കണ്ടിട്ട് അവൻ പറയുന്നുണ്ട്, എന്റെ അമ്മയോട് നിങ്ങൾ സോറി പറഞ്ഞെങ്കിലേ പറ്റൂന്ന്. എന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ വേലക്കാരിയെ പോലെ ഇരിക്കുന്നത്, എനിക്കൊന്നും സോറി പറയാൻ പറ്റില്ല എന്ന് അയാൾ പറയുകയാണ്. തന്റെ ഭാര്യയെ കുറിച്ച് ഇങ്ങനെ അയാൾ പറഞ്ഞത് കേട്ട കണ്ണനാകട്ടെ നേരെ പോയി അയാളുടെ മുഖത്ത് കുറെ അടി കൊടുക്കുന്നു. പ്രശ്നം വഷളായി. അവസാനം നമ്മുടെ രഘു അവിടെ എത്തി, അവരുടെ പാർട്ടി നേതാവ് അവിടെ എത്തി. എല്ലാരും കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. തെറ്റി ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഭാഗത്തുണ്ട്. അടുത്തുള്ള വീടുകളിലെല്ലാം AC വന്ന് എല്ലാവരും ഉപയോഗം കൂട്ടിയിട്ടും ട്രാൻസ്ഫോമറുകളുടെ എണ്ണം കൂട്ടിയിട്ടില്ല. ഓവർലോഡായാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ട് ആ ഓഫീസർ വലിയ പേടിക്കാതിരിക്കുന്ന കണ്ടിട്ട് ആ പാർട്ടി നേതാവാകട്ടെ തങ്ങളുടെ കൂട്ടത്തിലുള്ള വിനോദ് എന്ന് പറയുന്ന ഒരാളെ വിളിക്കുന്നു. ചെറുപ്പത്തിൽ വയലന്റ് ആയിട്ട് കുട്ടികളെയൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ഒരു പയ്യനെ നമ്മളെ കാണിച്ചിരുന്നില്ലേ, അവൻ തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ വളർന്നു വലുതായി പാർട്ടിക്ക് വേണ്ടിയിട്ട് പല പ്രവർത്തികളും ചെയ്തിട്ടുണ്ട്, കൊലപാതകം വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവൻ വന്നൊന്ന് പേടിപ്പിച്ചപ്പോഴേക്കും ഓഫീസർ ട്രാൻസ്ഫോമറുകളൊക്കെ വെച്ചുകൊള്ളാമെന്ന് സമ്മതിക്കുന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ട സ്ഥിതിക്ക് ഇനി നീ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പാർട്ടി നേതാവ് ദിനേശിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നിന്റെ സന്തോഷത്തിന് വേണമെങ്കിൽ ബ്രൗണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ശില തന്നെ സ്ഥാപിക്കാമെന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ ദീപികയ്ക്ക് US പോകാനുള്ള വിസയെല്ലാം വന്നു. അവളുടെ ബോസിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ പോലൊരു വ്യക്തിക്ക് എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ എന്ന്. അവളുടെ ബോസ് പറയുന്നത്, നിനക്ക് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വീട്ടില് പ്രഷറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം നീ കല്യാണം കഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിച്ചാലും മതി, ഹാപ്പി ആയിരിക്കും. അല്ലെങ്കിൽ നല്ല പറ്റിയൊരാളെ കിട്ടണം, എന്നാ മാത്രം വിവാഹം കഴിക്കുക. എപ്പോഴും കരിയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം ഈ ബോസിന്റെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഇല്ലാസ് അവരെ ഒരുപാട് ടോർച്ചർ ചെയ്യാറുണ്ട്. അങ്ങനെ അവസാനം ഇവർ ഡിവോഴ്സ് ആവുകയും ചെയ്തു. നിങ്ങളിപ്പോൾ ലൈഫിൽ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് അവൾ ആ ബോസിനോട് ചോദിക്കുമ്പോൾ ബോസ് പറയുന്നുണ്ട്, സമാധാനമുണ്ട്, അത് തന്നെയാണ് വലുത്. ഇവിടെ നമ്മുടെ ദിനേശിനോട് ആ വിനോദ് ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ ഭാവി പരിപാടികൾ? കോളേജിൽ പോകാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. അത് കേട്ട് വിനോദ് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അയാൾ ആ കുപ്പ പെറുക്കിയിട്ടാണെങ്കിലും നിന്നെയും നിന്റെ ചേച്ചിയൊക്കെ വളരെ ഉയരത്തിൽ എത്തിച്ചില്ലേ, അവളിപ്പോ US പോകാൻ പോവുകയല്ലേ. അതേന്ന് ദിനേശ് പറയുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി അവൻ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ എന്തിനാ കുപ്പ പറക്കി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത്, എന്റെ അച്ഛൻ ഓട്ടോ ഓടിയാ ജീവിക്കുന്നത്. എന്നാൽ അത് കേട്ട് വിനോദ് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ കുറിച്ച് നിനക്കറിയില്ലേ എന്ന്. എന്നും രാവിലെ അയാൾ പോകുന്നത് ഓട്ടോ ഓടാൻ മാത്രമല്ല, രാവിലെ കോർപ്പറേഷന്റെ വക വേസ്റ്റ്
വരുന്ന ജോലിയും അയാൾ ചെയ്യുന്നുണ്ട്. അത് കേട്ടതും ദിനേശ് ഒന്ന് ഞെട്ടി. തന്റെ അച്ഛൻ വേസ്റ്റ് വരാൻ പോകുന്നു എന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു. നിങ്ങളെ രണ്ടുപേരെയും കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് വിനോദ് പറയുന്നു. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛൻ തന്നെയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. അയാളെ കാരണമാണ് ഞാൻ ഈ കൊലപാതകങ്ങൾ പോലും ചെയ്തത്. തന്റെ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കിയ ദിനേശിന് പിന്നെ അച്ഛനെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അയാളെ ഒരുപാട് അവൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു സോറി പറയണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് ക്രിഞ്ചായി പോകുമെന്ന് വിചാരിച്ച് അവൻ ഒന്നും മിണ്ടാതെയിരുന്നു. എല്ലാ രീതിയിലും മാനസികമായിട്ട് കണ്ണൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. ബ്രൗണിയുടെ മരണവും ദീപിക പറഞ്ഞ വാക്കുകളും എല്ലാം തന്നെ അയാളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അന്ന് അയാൾ ഗെയിലിന്റെ കൂടെ മദ്യപിക്കാൻ പോയി. അയാളെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് ദീപിക വന്നിട്ടുണ്ടായിരുന്നു. അവൾ അമ്മയോട് തന്റെ വിഷമങ്ങൾ പറയുന്നു. ഞാൻ അച്ഛനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. എനിക്ക് എല്ലായിടത്തു നിന്നും പ്രഷറാണ്. നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുന്നു പറഞ്ഞ് നിർബന്ധിക്കുന്നു. ആ കാണാൻ പോയ ചെക്കന്റെ വീട്ടുകാരാകട്ടെ കാസ്റ്റിന്റെ കാര്യം അതും ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്തു. ഈ പ്രഷർ എല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ ദേഷ്യമൊക്കെ വന്നത്. എന്നാൽ കമലം പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെടുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഞങ്ങൾക്ക് കിട്ടാത്തതെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിനക്ക് ഇത്രയും വിദ്യാഭ്യാസമില്ലേ? നിനക്ക് സന്തോഷം തരുന്ന എന്താണോ അത് നീ ചെയ്താൽ മതി. നിന്റെ ലൈഫിലേക്ക് നല്ല ഏതെങ്കിലും ഒരു പയ്യൻ വരും. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കണം നീ. നിന്റെ അച്ഛൻ എന്നെ നല്ല പോലെയാണ് നോക്കിയത്. എനിക്കധികം കുറവുകളൊന്നും വരുത്തിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഒരു ദിവസം മദ്യപിച്ചിട്ട് വന്നപ്പോ ഞാൻ ദേഷ്യത്തിൽ എന്റെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം ഒരു തവണ പോലും നിന്റെ അച്ഛൻ മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കണ്ണം മദ്യപിച്ചിട്ട് വരുന്നു. ദീപികയെ കണ്ടതും കണ്ണം പറയുന്നുണ്ട്, ഞാൻ പുറത്ത് കിടന്നോളാം, നിങ്ങൾ അകത്ത് കിടന്നോ, അകത്തേക്ക് വന്നാൽ ശരിയാകില്ല എന്നൊക്കെ. എന്നാൽ ദീപിക പറയുന്നു, അതൊന്നും കുഴപ്പമില്ല അച്ഛൻ വരാൻ. അയാളെ മദ്യപിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവള് തന്റെ അച്ഛനോട് എല്ലാം തുറന്ന് സംസാരിക്കുന്നു. മക്കൾക്ക് വേണ്ടിയിട്ട് ഒന്നും സമ്പാദിച്ചു വെക്കാത്തതിന്റെ പേരിൽ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞതൊന്നും അച്ഛൻ കാര്യമാക്കണ്ടെന്നും ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞു പോയതാന്നൊക്കെ അവള് പറയുന്നുണ്ട്. പതിയെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷമങ്ങളൊക്കെ പറയുകയാണ്. ദീപികയോട് ദിനേശും താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അവളിപ്പോ മൈൻഡ് ചെയ്യുന്നില്ല എന്നും പറയുന്നു. നീ അതൊക്കെ വിട്ടിട്ട് നല്ലപോലെ പഠിക്കാൻ നോക്കുന്നതാണ് അവള് പറയുന്നത്. അതിനെനിക്ക് ആ പിക്കിൾമാൻ വന്നിട്ട് ദീപികയോട് അമേരിക്ക പോകുന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. ബാംഗ്ലൂര് പോയപ്പോഴേ നീ ഒറ്റയ്ക്കായിരുന്നു. ഇനി അമേരിക്ക പോയി കഴിഞ്ഞാൽ നിന്റെ അച്ഛന് ടെൻഷൻ ആയിരിക്കും. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി നിൽക്കുമ്പോ പലരും പലതും പറയും. ദേഷ്യം വന്ന അവളാകട്ടെ അയാളുടെ വണ്ടിയുടെ താക്കോൽ ഊരി മാറ്റിയിട്ട് അയാളോട് പറയുന്നുണ്ട്, അച്ചാറ് വിൽക്കാൻ വന്നാൽ അച്ചാറ് വിറ്റിട്ട് പോയാൽ മതി, അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നിൽക്കണ്ട എന്ന്. അവൾ അങ്ങനെ പറഞ്ഞതോടുകൂടി പിന്നെ അയാൾ ആ ഏരിയയിലോട്ടേ വന്നില്ല. ദീപിക കണ്ണനോട് പറയുന്നുണ്ട്, ക്യാബൊന്നും ഓടിക്കാൻ നിൽക്കണ്ട, ബാക്കി കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്ന്. അതുകൊണ്ട് കണ്ണൻ പിന്നെ ക്യാബ് ഓടിക്കാനൊന്നും പോയില്ല. തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഓണറെ വിളിച്ചിട്ട് ദിനേശ് ചോദിക്കുന്നുണ്ട്, ഈ വണ്ടി താൻ എടുത്തോട്ടെ എന്ന്. അവര് സമ്മതം കൊടുത്തതോടുകൂടി ദിനേശ് ആ വണ്ടി എടുത്ത് ശരിയാക്കി ഓടിക്കാൻ തുടങ്ങി. ഫ്രീ ടൈമിലെല്ലാം തന്നെ അവൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ പോകും. അങ്ങനെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്തു. ദീപിക പറഞ്ഞ പ്രകാരം അവൻ പ്രോഗ്രാമിംഗും പഠിക്കുന്നു. അങ്ങനെ ദീപിക US പോകുന്ന ദിവസമെത്തി. അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. ഫാമിലിയായിട്ട് അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന അവസാനത്തെ ദിവസമായിരുന്നു അത്. ദീപിക US ചെന്ന് കഴിഞ്ഞാൽ അവളുടെ കല്യാണവും മിക്കവാറും അവിടെ വെച്ച് തന്നെ നടക്കും. അവൾക്ക് പറ്റിയ ചെക്കനെയൊക്കെ ഇവർ നോക്കി വെച്ചിട്ടുണ്ട്. നമ്മളിൽ പലർക്കും അവസാനമായിട്ട് നമ്മളുടെ സ്വന്തം ഫാമിലി മാത്രമായിട്ടിരുന്ന് ആഹാരം കഴിച്ച ദിവസം ഓർമ്മയുണ്ടാകില്ല. അന്ന് എന്താണ് കഴിച്ചതെന്ന് പോലും ഓർമ്മയുണ്ടാകില്ല. ഇവിടെ ഈ ഫാമിലി അതെല്ലാം എൻജോയ് ചെയ്യുകയായിരുന്നു. ദീപിക പറയുന്നുണ്ട്, എയർപോർട്ടിലേക്ക് പോകാൻ ക്യാബൊന്നും ബുക്ക് ചെയ്യേണ്ട, ഓട്ടോയിൽ തന്നെ പോകാമെന്ന്. ലഗേജ് വെക്കാൻ വേണ്ടിയിട്ട് ഗെയിലിന്റെ ഓട്ടോയും വിളിച്ചു. ഇറങ്ങാൻ പോകുന്നതിന് മുമ്പ് ദീപിക ഗെയിലിനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ കോർപ്പറേഷനിൽ വേസ്റ്റ് കളയാൻ പോകാറുണ്ടായിരുന്നു എന്ന്. ഗെയിൽ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അയാളുടെ മുഖത്തു നിന്നും അവൾക്ക് മനസ്സിലായി തന്റെ അച്ഛൻ ആ ജോലിയും ചെയ്തിരുന്നുവെന്ന്. അങ്ങനെ ഇവർ 4 പേരും ഓട്ടോയിൽ പോവുകയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ ചില കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. വീട് മാത്രം ലോകമായിട്ട് കണ്ട കമല, അവൾക്ക് വേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. തന്റെ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ എത്തിക്കണം. രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുത്ത കണ്ണൻ, അയാൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് നഷ്ടപ്പെട്ടതും തനിക്ക് നേടിയെടുക്കാൻ പറ്റാത്തതും എല്ലാം തന്നെ തന്റെ മക്കൾക്ക് കിട്ടണം. തന്നെ കൊണ്ട് ലൈഫിൽ അധികം മുന്നേറാൻ പറ്റില്ല എന്ന് അയാൾക്കറിയാം. പക്ഷെ ആ അവസ്ഥ തന്റെ മക്കൾക്ക് വരാൻ പാടില്ലായിരുന്നു. അതായിരുന്നു അയാളുടെ ലക്ഷ്യവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.